بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه أما بعد. അക്ഷരങ്ങൾക്ക് നൽകപ്പെടുന്ന സ്വരവിശേഷണങ്ങൾ സിഫാത്തുൽ ഹുറൂഫ് ഇവയാണ് നാം മനസ്സിലാക്കി വരുന്നത്. ഇതിൽ വൈപരീത്യം പുലർത്തുന്ന വിപരീതങ്ങളായ സിഫത്തുകൾ ഇവയെക്കുറിച്ച് പൂർണ്ണമായും നാം അറിയുകയുണ്ടായി, മനസ്സിലാക്കുകയുണ്ടായി. ഇനി അറിയാനുള്ളത് അസ്സിഫാത്തുല്ലത്തി ലാ ളിദ്ദ ലഹാ. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതാണ്. അസ്സിഫാത്തുല്ലത്തി ലാ ളിദ്ദ ലഹാ, വിപരീതങ്ങളില്ലാത്തതായ സിഫത്തുകൾ. വഹിയ സബ്ഉൻ, 7 സിഫത്തുകളാണ്. ഒന്നാമത്തേത് അസ്സഫീർ എന്ന സിഫത്താണ്. സഫീർ സഫീർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന് ചൂളം വിളി ശബ്ദം എന്നാണ് അർത്ഥം കൽപ്പിക്കപ്പെടുന്നത്. വിസ്ലിൻ്റെ ശബ്ദം അല്ലേ? വിസ്ലടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, ചൂളം വിളിക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന ശബ്ദം, ഇതിനാണ് സഫീർ സഫീർ എന്ന് പറയാം. ومن معانيه في اللغة حدة الصوت, ശബ്ദത്തിൻ്റെ എന്താ പറയുക, കൂർത്ത് വരൽ, മൂർച്ച എന്നൊക്കെ ഭാഷയിൽ അതിന് അർത്ഥം കൽപ്പിക്കപ്പെടുന്നുണ്ട്. വഫിൽ ഇസ്തിലാഹ്, സാങ്കേതികമായി ഉദ്ദേശിക്കപ്പെടുന്നത് ഹുദൂസു സൗത്തിൻ സായിദിൻ, വർദ്ധിച്ചതായ ഒരു ശബ്ദം പുറത്തു വരിക, ഉണ്ടാവുക. യഖ്റുജു മിൻ ബൈനി ശഫതൈനി, ചുണ്ടുകൾക്കിടയിൽ നിന്ന് അത് പുറത്തു വരുന്നു, ഉത്ഭവിക്കുന്നു. യശ്ബഹു സൗത അത്വാഇർ ഇൻദ നുത്ഖി ബിഹുറൂഫിഹി الثلاث, സഫീറിൻ്റെ 3 അക്ഷരങ്ങൾ ഉച്ചരിക്കപ്പെടുമ്പോൾ അത് ആ ശബ്ദം കൂടുതലായി, അതായത് ആ അക്ഷരത്തിൻ്റെ കൃത്യമായ മഖ്റജിൽ നിന്ന് അതിനെ ഉച്ചരിക്കുമ്പോൾ അതിലൊരു എക്സ്ട്രാ സൗണ്ട്, കൂടുതലൊരു ശബ്ദം വേറെ വരുന്നു. അത് യശ്ബഹു സൗത ത്വാഇർ, പക്ഷിയുടെ ശബ്ദത്തോട് തുല്യമായ ഒരു ശബ്ദമായി പുറത്തു വരുന്നു. നമുക്കത് ഉച്ചരിക്കുമ്പോൾ വ്യക്തമാക്കാം ഇൻഷാ അല്ലാഹ്. വഹിയ, ആ 3 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അസ്വാദു വസ്സായു വസ്സീൻ. സ്വാദ്, സായ്, സീൻ, ഈ 3 അക്ഷരങ്ങളാണ്. وأقوى تلك الحروف في الصفير الصاد, സ്വാദ് ആണ് അക്വയായ ഈ 3 അക്ഷരങ്ങളിൽ ഏറ്റവും കടുപ്പമുള്ള അക്ഷരം. ലിസ്തിഅലാഇഹ വ ഇത്ബാഖിഹ, കാരണം അത് ഇസ്തിഅലാഇൻ്റെയും ഇത്ബാഖിൻ്റെയും അക്ഷരമാണ് എന്നതുകൊണ്ടാണ്. സുമ്മ സായ്, പിന്നെ സായ് ആണ്. ലിജഹ്രിഹ, കാരണം അത് മജ്ഹൂറായ ജഹ്ർ എന്ന സിഫത്തുള്ള അക്ഷരമാണ്. സുമ്മ സീൻ, പിന്നെ സീനാണ്. ലിഹംസിഹ, ഹംസ് എന്ന സിഫത്താണ് അതിനുള്ളത് എന്നതുകൊണ്ട്, ദായിഫായ സിഫത്തായതുകൊണ്ടാണ് അത് ഖുവ്വത്തിൽ, കടുപ്പത്തിൽ 3ാമതായി മാറിയത്. ഏതായാലും ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൻ നൽകി ഉച്ചരിച്ച് നോക്കുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നതാണ് സഫീർ എന്ന ആ സിഫത്ത്. അസ് അസ് എന്ന് പറഞ്ഞു നോക്കുക. അസ് അസ്ഹാബ് അല്ലേ? അസ്, സ്വാദിന് സുക്കൂന് കൊടുക്കുക, എന്നിട്ട് പറയാം. അതുപോലെ സായ്, അസ് അസ് അല്ലേ? ഒരു എന്നുള്ള ഒരു പ്രത്യേക ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. അതുപോലെ അസ് അസ്, ഒരു വിസ്ലിൻ്റെ ശബ്ദം ഇല്ലേ? ഞാൻ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുള്ളത്, പ്രഷർ കുക്കറൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ആ സൗണ്ട് ഉണ്ടല്ലോ, ആ ശബ്ദം ആ ശബ്ദം അത് ഉണ്ടാകുമ്പോൾ മാത്രമാണ്
ഈ മൂന്നക്ഷരങ്ങൾ അതിൻ്റെ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കുവാൻ സാധിക്കുക, ഉച്ചാരണം ശരിയാവുക എന്നർത്ഥം. അസ്, അല്ലാതെ സഫീർ ഇല്ലാതെ അസ് അസ് എന്ന് പറഞ്ഞാൽ മഖ്റജിൽ നിന്ന് ആ അക്ഷരം ഉത്ഭവിച്ചാൽ മാത്രം പോരാ. മഖ്റജിൽ നിന്നും ആ അക്ഷരത്തെ ഉച്ചരിച്ചാൽ മാത്രം പോരാ, മറിച്ച് ഈ സിഫത്തും കൂടി അതിലുണ്ടാവണം. ഇപ്പൊ സ്വാദാണെങ്കിൽ എന്തൊക്കെ സിഫത്ത് നമ്മൾ പഠിച്ചതല്ലേ? ഇസ്തിഅല ഉണ്ട്, ഇത്ബാഖ് ഉണ്ട്, അതുപോലെ ഹംസിന്റെ അക്ഷരമാണ്. പിന്നീട് ഈ സഫീർ എന്ന സിഫത്തും നമ്മൾ ഇപ്പോൾ പഠിക്കുന്നു. ഈ സഫീർ ഇതും ഉണ്ടാകുമ്പോൾ മാത്രമേ സ്വാദിന്റെ ശരിയായ ഉച്ചാരണം സാധ്യമാവുകയുള്ളൂ. ആസ് ആസ് സഫീർ. മറ്റൊരു പ്രത്യേകത ഉള്ളത്, സഫീർ നമ്മൾ പതുക്കെ ശബ്ദമില്ലാതെ ഓതുകയാണെങ്കിലും ആ സഫീർ അടുത്തിരിക്കുന്ന ഒരാൾക്ക് കേൾക്കാൻ പറ്റുമെന്നതാണ്, അല്ലേ? ഒരാൾ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കൊണ്ട് നമസ്കരിക്കുകയാണ്, ഒരാൾക്ക് നിസ്കരിക്കുകയാണ്, നിസ്കരിക്കുന്ന പതുക്കെ സുന്നത്ത് നിസ്കരിക്കുകയാണ്, അല്ലെ ദുഹ്റോ അസ്റോ സിരിയായ ഏതെങ്കിലും നിസ്കാരം, സുന്നത്ത് നിസ്കാരം ഒക്കെ നിസ്കരിക്കുമ്പോൾ തൊട്ടടുത്ത് വേറൊരാൾ ഇരിക്കുന്നുണ്ട്, അല്ലെ കിടക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഇയാൾക്ക് അയാൾ ഫാത്തിഹ ഒന്ന് കേൾക്കാൻ പറ്റും. എങ്ങനെ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പതുക്കെ ഓതുന്നത് എന്ന് പറയുമ്പോൾ ആ സീന് കേൾക്കാൻ പറ്റും. ആ കേൾക്കൽ എന്തുകൊണ്ടാണ്? സഫീർ എന്ന സിഫത്ത് അതിനുള്ളത് കൊണ്ടാണ്. സഫീർ എന്ന ആ ഒരു ഗുണം, ആ ഒരു സ്വരവിശേഷണം ആ അക്ഷരത്തിനുള്ളത് കൊണ്ടാണ് അത് കേൾക്കാൻ പറ്റുന്നത്. നിസ്കരിക്കുകയാണ്, അയാൾ നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ അവൻ നിസ്കരിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കുന്നത് ഈ ശബ്ദം കേട്ടതുകൊണ്ട്. അപ്പം സഫീറിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഇത് പറഞ്ഞു, ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഈ രൂപത്തിലാണ് സഫീർ എന്ന സിഫത്ത്. സഫീർ ഉണ്ടായിരിക്കണം ഈ മൂന്ന് ഹർഫുകൾ ഉച്ചരിക്കുമ്പോഴും. എസ്, എസ്, എസ് മൂന്നക്ഷരവും സുക്കൂൻ നൽകി പറഞ്ഞു നോക്കുക. സ്വാദ്, സായ്, സീൻ ഈ മൂന്ന് ഹർഫുകൾക്കും സുക്കൂൻ നൽകി ഉച്ചരിച്ച് നോക്കുക. എസ്, എസ്, എസ് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞു നോക്കുക. ഉച്ചരിക്കുമ്പോൾ ഓതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ബാറകല്ലാഹു ഫീക്കും. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്.